നമസ്കാരം. ഭാര്യ മോഷണ കേസിൽ റിമാൻഡിലായ മനോവിഷമത്തിൽ തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ആൾ മരിച്ചു. പടിഞ്ഞാറ്റിൻകര റഫീഖ് മൻസിലിൽ റഫീഖാണ് മരിച്ചത്. ഇന്നലെ ഉച്ചയോടെയായിരുന്നു സംഭവമുണ്ടായത്. ഈ കഴിഞ്ഞ 16-ാം തീയതിയാണ് അഞ്ചലിലെ സ്വകാര്യ ബസ്സിൽ വച്ച് ഒരു കുട്ടിയുടെ സ്വർണ്ണക്കൊലുസ് മോഷ്ടിച്ച കേസിൽ റഫീഖിന്റെ ഭാര്യ സബീന പിടിയിലായത്. ചോദ്യം ചെയ്യുന്നതിനിടയിൽ നിന്ന് സ്വർണ്ണക്കൊലുസ് സബീനയിൽ നിന്ന് പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു. ഇതോടെ സബീനയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പിന്നീട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ഇതിന്റെ അപമാനഭാരത്താൽ കടുത്ത മാനസിക പ്രശ്നത്തിലായിരുന്നു റഫീഖ്. മകനെ ഭാര്യ വീട്ടിൽ കൊണ്ടാക്കിയ ശേഷമായിരുന്നു ദേഹത്ത് പെട്രോൾ ഒഴിച്ച് യുവാവ് തീ കൊളുത്തിയത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസും ഫയർഫോഴ്സും എത്തി നാട്ടുകാരുമൊക്കെ ചേർന്നാണ് തീ അണച്ചത്. 50%-ലേറെ റഫീഖിന് പൊള്ളലേറ്റിരുന്നു. അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു റഫീഖ്. പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു. ചികിത്സയ്ക്കിടെ വൈകുന്നേരത്തോടെയാണ് മരണം സംഭവിച്ചത്. 2 വർഷങ്ങൾക്ക് മുമ്പും ഇയാൾ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ടുള്ളതായി നാട്ടുകാർ പറയുന്നു. റഫീഖിന് മാനസിക പ്രശ്നങ്ങൾ ഉള്ളതായും പറയപ്പെടുന്നുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. പുനലൂർ ASP ഡോക്ടർ അപർണ, അഞ്ചൽ CI ഹരീഷ്, CI മോനിഷ് എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് പരിശോധന നടത്തി. മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അഞ്ചലിൽ നിന്നും കുളത്തുപുഴയ്ക്ക് പോയ സ്വകാര്യ ബസ്സിൽ നിന്ന് കുഞ്ഞിന്റെ 3/4 പവൻ വരുന്ന സ്വർണ്ണക്കൊലുസ് സബീന മോഷ്ടിക്കുകയായിരുന്നു. കൊലുസ് നഷ്ടപ്പെട്ട വിവരം കുഞ്ഞിന്റെ അമ്മ ബസ് ജീവനക്കാരെ അറിയിക്കുകയും അവർ പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു. സ്ഥലത്തെത്തിയ പോലീസിന് സബീനയിൽ സംശയം തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു നടത്തിയ പരിശോധനയിലാണ് ഇവരിൽ നിന്ന് സ്വർണം കണ്ടെടുത്തത്. സബീന ഇതിനു മുൻപും സമാനമായ കേസുകളിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം അഞ്ചലിൽ ക്ഷേത്ര ഉത്സവത്തിനിടെ കുഞ്ഞിന്റെ സ്വർണ്ണമാല മോഷ്ടിച്ച സബീനയെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. എന്തായാലും യുവാവ് മരിച്ചത് ഇത്തരത്തിൽ അപമാനം സഹിക്കവയ്യാതെയാണെന്ന് പറയപ്പെടുന്നുണ്ട്. ഭാര്യയെ അറസ്റ്റ് ചെയ്തതിനു പിന്നാലെയാണ് യുവാവ് സ്വയം തീ കൊളുത്തിയത്. 50%-ലേറെ പൊള്ളലേറ്റിരുന്നു. ഗുരുതരാവസ്ഥയിൽ തന്നെയായിരുന്നു അഞ്ചൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞത്. പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നത്. ഇതിനിടെയാണ് റഫീഖിന്റെ മരണം സംഭവിച്ചത്. മകനെ ബന്ധുവീട്ടിലാക്കിയ ശേഷമായിരുന്നു റഫീഖ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത്. നാട്ടുകാർ ഓടിക്കൂടിയതനുസരിച്ച് തീ കെടുത്തുകയും പിന്നെ പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്യുകയായിരുന്നു. എന്തായാലും സംഭവ സ്ഥലത്ത് പോലീസ് എത്തി കൂടുതൽ പരിശോധന നടത്തി വരികയാണ്.